ഹലോ ഗൈസ്, അപ്പം ഇന്ന് രാവിലെ എനിക്കൊരു ഇൻസിഡൻ്റ് അല്ല, ഒരു സംഭവിച്ചു. അപ്പം ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പം ഞാൻ കാണിച്ചൊരു മണ്ടത്തരം ഒരിക്കലും നിങ്ങളാരും കാണിക്കരുത്, ഓക്കെ? ഇപ്പം ഞാൻ പല്ലിൽ കമ്പി ഇട്ടിട്ട് ഏകദേശം 8 മാസമായി. ഞാൻ ഏപ്രിലാണ് ബ്രേസസ് ഇട്ടത്. ഇപ്പം 8 മാസമായി. ഇപ്പം എൻ്റെ ഫ്രണ്ടൊക്കെ നല്ലപോലെ ക്ലിയറായി. ഞാൻ മെയിനായിട്ട് ബ്രേസസ് ഇടാനുള്ള റീസൺ പോലും എൻ്റെ ഈ ഫ്രണ്ടിലത്തെ ആ ഒരു പല്ലിൽ, ആ ഫ്രണ്ടിലത്തെ 2 പല്ലുണ്ടല്ലോ, അതിൽ ഒരു പല്ല് ബാക്കിലോട്ടും ഒരു പല്ല് ഫ്രണ്ടിലോട്ടുമാണ് ഇരുന്നത്. അപ്പം സൈഡിൽ നിന്ന് ചിരിക്കുമ്പോഴും അല്ലാണ്ടൊക്കെ നോക്കുമ്പോഴും ഭയങ്കര വൃത്തികേടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, കുറേ നാൾക്ക് ശേഷം വീട്ടിൽ കരഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ട് പോയി ബ്രേസസ് ഇട്ടു. ഓൾമോസ്റ്റ് 18,000 ആയത്. അവർ നല്ലപോലെ ബ്രേസസ് ഇട്ട് ഒരാഴ്ച നല്ല പെയിൻ കാണും, ഫുഡോ ഒന്നും കഴിക്കാൻ പോലും പറ്റത്തില്ല. അത് കോമൺ ആണ്, എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പ്രശ്നം കാണത്തില്ല, പിന്നെ താഴെ ഇട്ടു, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഈ ബ്രേസസ് ഇട്ട് അടുത്ത മാസം, അതായത് ഏപ്രിൽ കഴിഞ്ഞ് മെയ് ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ചിക്കൻ കഴിച്ചപ്പോൾ ഒരു ബ്രാക്കറ്റ് പൊട്ടി. ഇന്നറ്റത്തെ ഒരു ബ്രാക്കറ്റാണ് പൊട്ടിയത്. അപ്പം എൻ്റെ ഫ്രണ്ടിലത്തെ ഈ ഒരു സംഭവം നേരാക്കാൻ മാത്രമാണ് ഞാൻ ബ്രേസസ് പോയി ഇട്ടത്, ഓക്കെ? പക്ഷെ ഇടുമ്പോൾ 2 ഇടേണ്ടി വരുമല്ലോ. അപ്പം ആ ബ്രേസസ് പൊട്ടിയിട്ട് ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിച്ചില്ല. എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് അത് ക്ലിപ്പിങ് ഞാൻ ആഡ് ചെയ്യാം, അതും കൂടെ. ഞാൻ കൊണ്ടുപോയി കാണിച്ചില്ല. ഏകദേശം 1 മാസമല്ല 1.5 മാസം ഞാൻ അതും വെച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മടിയായിട്ട് ഞാൻ പോയില്ല. അപ്പം അങ്ങനെ ബ്രേസസ് വെക്കാതിരുന്ന് അവിടെ ആ ഒരു ബ്രാക്കറ്റ് പോയി. അപ്പം പല്ല് ഓട്ടോമാറ്റിക്കലി അവിടെ ലൂസായി. എൻ്റെ താഴത്തെ പല്ലിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ മണ്ടത്തനം കാണിച്ച് എൻ്റെ ഈ ഒരു ഏരിയ ഗ്യാപ്പ് കൂടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം, താഴെ ഒരു പ്രശ്നവും ഇല്ലാത്ത എൻ്റെ ഒരു പല്ലിൻ്റെ താഴോട്ടായപ്പോൾ ഗ്യാപ്പ് കൂടി എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവസാനം കൂടി വന്നപ്പോൾ ഞാൻ കൊണ്ടുപോയി ബ്രാക്കറ്റ് ഇട്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സൂക്ഷിച്ച് ചെയ്യണം, എത്രമാത്രം നിങ്ങൾ സൂക്ഷിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റ് നേരത്തെ തീരുന്നതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഞാനത് കഷ്ടപ്പെടുന്നുണ്ട്. അന്ന് മെയിൽ ഗ്യാപ്പ് വന്ന സാധനം ഞാൻ ജൂണിലാണ് കൊണ്ടുപോയി കാണിക്കുന്നത്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 months ആയിട്ട് ഈ ഒരു ഗ്യാപ്പ് അടയാൻ പാടാണ്. കാരണം ഞാൻ 1.5 മാസം ആ ഒരു ബ്രാക്കറ്റ് ഇല്ലാണ്ട് അവിടെ വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ എല്ലാ മാസവും ടൈറ്റിങ്ങിന് പെയിൻ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ നോർമലി ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ റബ്ബർ ബാൻഡ്സും ഊരും. എന്നിട്ട് താഴെ ഇട്ടിരിക്കുന്ന ആ ഒരു കമ്പിയും വലിച്ചൂരി പുതിയ കമ്പി ഇടും. പക്ഷേ എനിക്ക് ഇന്നലെ ചെയ്തപ്പോൾ എല്ലാ റബ്ബർ ബാൻഡ്സ് ഊരിയിട്ട് താഴത്തെ കമ്പി ഊരിയില്ല, മുകളിലത്തെ കമ്പി ഊരിയിട്ട് പുതിയ കമ്പി ഇട്ടു. അപ്പോൾ എനിക്ക് കാണാൻ ഭയങ്കര ഭംഗിയായി. അയ്യോ എൻ്റെ പല്ലിപ്പോൾ ശരിയാവും എന്നൊക്കെ പെട്ടെന്ന് എനിക്കെന്തോ പ്രോഗ്രസ് പോലെ തോന്നി. കാരണം പല്ലിൽ എലാസ്റ്റിക്, അതായത് ട്രാൻസ്പെറൻറ്റ് എലാസ്റ്റിക് റബ്ബർ ബാൻഡ് ഇട്ടു. നോർമലി ഗ്രേ കളർ ഇടുമ്പോൾ എനിക്ക് ഭംഗിയില്ല. അപ്പം ഈ ട്രാൻസ്പെറൻറ്റ് ഇട്ടപ്പോൾ ഭയങ്കര ഭംഗി. അപ്പം അതിങ്ങനെ ഇട്ട് ഞാനാണെങ്കിൽ ഇപ്പം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ന് രാവിലെ ഞാൻ പോയി പല്ല് കഴിച്ചു. ഞാൻ ഭയങ്കരമായിട്ട് ഇറുക്കി പല്ല് കഴിച്ച് ഇങ്ങറ്റത്തെ ബ്രാക്കറ്റ് പൊട്ടി. ഇങ്ങറ്റത്താണ് എല്ലാ കമ്പിയും കൂടെ വലിച്ചു വെച്ചിരിക്കുന്നത്, അത് പൊട്ടി. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, 28th December. ഞാൻ കൊണ്ടുപോയി തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഇന്ന് ഡോക്ടറില്ല, അടുത്ത സാറ്റർഡേ വരത്തുള്ളൂ. എനിക്കറിഞ്ഞൂടാ അടുത്ത സാറ്റർഡേ കൊണ്ട് എൻ്റെ പല്ലിൽ എന്തൊക്കെ മറിമായങ്ങളാണ് വരാൻ പോകുന്നത് എനിക്കറിഞ്ഞൂടാ. 1.5 മാസം ഇത് പൊട്ടിയിട്ട് കാണിക്കാതിരുന്ന എൻ്റെ ഒരു വാശിക്ക് എനിക്ക് പ്രതിഫലം ഇതായിട്ട് കിട്ടി. ഇത് ബാക്കി എന്താവുമെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പം നിങ്ങൾ ആരും ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ബ്രാക്കറ്റ്സ് പൊട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കൊണ്ടുപോയി മാറ്റുക. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് പോവും. ഞാൻ അങ്ങനെ അല്ലല്ലോ, മടിച്ചല്ലേ. അപ്പം അങ്ങനെ ഇരുന്നാണ് ഇങ്ങനെ ആയത്. ഓക്കെ, അപ്പം ഇനി എന്തായാലും ബ്രാക്കറ്റ് വെക്കുന്ന അന്ന് വരെ എനിക്ക് സമാധാനമില്ല. കാരണം ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ പല്ലിന് എന്തൊക്കെയോ സംഭവിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു പിടുത്തം വിട്ടൊരു ഫീൽ എനിക്ക് തോന്നി. ഇവിടെയൊക്കെ ആ പിടുത്തമുണ്ട്, പക്ഷേ ഈ ഒരു സൈഡ് പിടുത്തം ഇല്ല. ഇതെല്ലാം നമുക്ക് നോക്കാം ഗൈസ്.